വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് കാണിച്ചത് തന്നെയാണ്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. ഞാനിപ്പോൾ അവിടുന്ന് തീപിടുത്തം കഴിഞ്ഞ് കണ്ട് വീട്ടിൽ വന്ന് 3 മണിക്കൂറായിട്ട് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഗോഡൗണിലാണ് തീപിടുത്തം ഉണ്ടായത്. പുതിയ സ്റ്റാൻഡിൽ അതിൻ്റെ താഴെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ലോട്ടറി കടയും മരുന്ന് ഷോപ്പും അങ്ങനെ ഒരുപാട് കടകളുണ്ട്. 4:30 തീപിടുത്തം തുടങ്ങിയാണ്. ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ ഇത് അറിഞ്ഞിട്ട് അവിടെ പോയതാണ് ഞാൻ. എന്താ പറയുക, വൻ തീപിടുത്തമാണ്. ഇപ്പോൾ ഞാൻ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. 3-3.5 മണിക്കൂർ 4 മണിക്കൂർ ആവാനായി. പുതിയ സ്റ്റാൻഡിൻ്റെ മുകളിൽ മൊത്തം ഒരു വശം മൊത്തം കത്തിവച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ മാവൂർ റോഡിലല്ല, നേരെ ഓപ്പോസിറ്റ് ഫോക്കസ് മാളിൻ്റെയൊക്കെ ആ റോഡിൽ, രാജാജി റോഡ് എന്ന് പറയും, ആ റോഡിൻ്റെ സൈഡിലാണ് തീപിടുത്തമായിട്ട് ഒരു വശം മൊത്തം 2 നിലറ്റ കത്തി തീർന്നു തോന്നുന്നുണ്ട്. നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ട് പിന്നെ പോലീസുകാർ പറഞ്ഞാൽ ആരും ഇവിടെ നിൽക്കുന്നത് കൊണ്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം വന്നാണ്, തിരിച്ചു വന്നതാണ്. ഞങ്ങൾ ടൗണിൽ പോയതാണ്. അപ്പോൾ കണ്ട കാഴ്ചയാണ്, സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ്. എല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. എങ്കിലും നമ്മൾ കണ്ട കാഴ്ചകൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഫയർഫോഴ്സുകളും കൂടാതെ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഫയർഫോഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ എയർപോർട്ടിലെ ഏറ്റവും അത്യാധുനിക സൗകര്യമുള്ള ഫയർഫോഴ്സൊക്കെ എത്തിയിട്ടാണ് തീ അണയ്ക്കുന്നത്. എന്നിട്ട് പോലും അതിൻ്റെ ഉള്ളിലുള്ള തീ അണയ്ക്കാൻ കഴിയുന്നില്ല. കാരണം തുണികളും അതേപോലെ തന്നെ ബെഡ്ഷീറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് തോന്നുന്നു. അതിൽ നിന്ന് തീ പടർന്നിട്ട് പുക, ടൗണ് മൊത്തം പുകയാണ്, കറുത്ത പുക. ഞങ്ങൾ ലുലു മാളിൽ പോയപ്പോൾ ലുലു മാളിൽ നിന്നാണ് ഇവിടെ പുക വരുന്നത് കണ്ടത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് സ്റ്റാൻഡിൽ പോയി ഞാൻ കണ്ടതാണ്. അതിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ കാലിക്കറ്റ് സിൽക്സൊക്കെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തമാണ് ഇത്. വൻ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കത്തിയമർന്ന പുതിയ സ്റ്റാൻഡ് ബിൽഡിങ്ങിലെ ഒരു ഭയാനക ദൃശ്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്കിപ്പം കാണിച്ചു തരാം. കോഴിക്കോട് കാലിക്കറ്റ് സിൽക്സിൻ്റെ ഗോഡൗണാണ് കൂടുതലും കത്തിയത്. അതിലുള്ളിൽ നിറച്ച് തുണികളായിരുന്നു. ഇത് വെട്ടിപ്പൊളിച്ച് JCB കൊണ്ടൊക്കെ പൊളിച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തീ അണച്ചത്. ഏതാണ്ട് 5 മണിക്കൂറോളം തീ അണയ്ക്കാൻ സമയമെടുത്തു. ഇതിന് ഉള്ളിലോട്ട് ഫയർഫോഴ്സിന് കയറാൻ പറ്റാത്തത് തീയുടെ ആടലിൻ്റെ വലിപ്പം കൂട്ടി. ഫയർഫോഴ്സിന് അതിൻ്റെ ഉള്ളിലോട്ട് എത്തപ്പെടാൻ കഴിഞ്ഞില്ല. പുറത്ത് മാത്രമാണ് അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഉള്ളിലെ തുണികളൊക്കെ കത്തിനശിച്ചു. താരതമ്യേന പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അഗ്നിസുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അതാണ് തീ അണയ്ക്കാൻ ഇത്രയും സമയമെടുത്തതും ബുദ്ധിമുട്ടിയതും.